ടെക്നോളജിസ്റ്റാണ് കണ്ടുപിടുത്തം സൗദി ഈ അറബികൾ ബേസിക്കലി കാട്ടറബികൾ നടത്തി എന്ന് പറയുന്നതിൻ്റെ അകത്ത് യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കണം. ഡോക്ടർമാര് സൗദി അറേബ്യ കഴിവുള്ള ഒരു ഡോക്ടറെ ആ വലിയ രാജ്യത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യ എന്ന ഡോക്ടേഴ്സ് പോകുന്ന നേഴ്സസ് അവർക്ക് മെഡിക്കൽ സംഭവം അറിയത്തില്ല. അവരതിനാണ് വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയിലും വന്ന് സർജറിക്ക് ഈ സംഭവത്തിനൊക്കെ വരുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ എക്സിക്യൂട്ടീവ് ബോർഡ് വൈസ് ചെയർമാനായി സൗദിയെ തെരഞ്ഞെടുത്തു. ലോകാരോഗ്യ സംഘടന അഥവാ WHO എക്സിക്യൂട്ടീവ് ബോർഡ് വൈസ് ചെയർമാനായാണ് സൗദിയെ തെരഞ്ഞെടുത്തത്. 78ാമത് ലോകാരോഗ്യ അസംബ്ലിയിലാണ് തീരുമാനം. എനിക്ക് ചിരിക്കാൻ വയ്യ. എടാ പൊട്ടൻ മാത്യൂസേ, നിനക്ക് സൗദി അറേബ്യ ഇസ്ലാം എന്നൊക്കെ പറയുമ്പോൾ ഒരു തരം വിറളിപ്പാണ്. അത് ഞങ്ങൾക്കൊക്കെ മനസ്സിലാകാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇന്ത്യയിലുള്ള ഡോക്ടർമാരും ഇന്ത്യയിൽ നിന്ന് പോയാലോ ഡോക്ടർമാരും നഴ്സുമാരും സൗദി അറേബ്യയിൽ മാത്രമല്ലല്ലോ ജോലി ചെയ്യുന്നത്. ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യൻ ഡോക്ടർമാരും നഴ്സുമാരും ജോലി ചെയ്യുന്നുണ്ട്. അമേരിക്ക, ഇംഗ്ലണ്ട്, ആഫ്രിക്ക, ചൈന, ജപ്പാൻ, സ്പെയിൻ, പിന്നെ ഈ ലോകത്തില്ലാത്ത മലയാളികളില്ലാത്ത രാജ്യങ്ങളില്ല, ഇന്ത്യക്കാരില്ലാത്ത രാജ്യങ്ങളില്ല. പിന്നെ നീ സൗദി അറേബ്യനെ മാത്രം എന്താടാ കുറ്റപ്പെടുത്തുന്നത്? നിനക്ക് എന്താണ് അത്ര ചൊറിച്ചില്? എടോ, അമേരിക്കയിൽ ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണോ ഇന്ത്യയിൽ നിന്ന് ഡോക്ടർമാരും നഴ്സുമാരും പോണത്? ചൈനക്കാർക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണോ ഇന്ത്യയിൽ നിന്ന് ഡോക്ടർമാരും നഴ്സുമാരും ചൈനയിൽ പോകുന്നത്? ജപ്പാൻകാർക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണോ ഇന്ത്യയിൽ നിന്ന് ഡോക്ടർമാരും നഴ്സുമാരും ജപ്പാനിലേക്ക് പോകുന്നത്? എടാ, ഇതൊക്കെ നീ എന്ത് വർത്താനാടാ നീ പറയണത്? നിന്റെ വീട്ടിൽ ആരുമില്ല നിന്നൊന്ന് നിലക്ക് നിർത്താന്? എടോ, നിനക്ക് തലക്ക് സുഖമില്ല. പോയി കുതിരമട്ടത്ത് ചങ്ങലക്ക് ഇരിക്കുക, അല്ലാണ്ട് ശരിയാവില്ല. കയറ് ഒട്ടിച്ച് വന്നിരിക്കുകയാണ്. എടോ, 40 വർഷം മുമ്പേ എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ തന്നെയാണ്. അന്നൊന്നും വലിയ വികസിതമല്ലാത്ത രാജ്യങ്ങളാണ്. ഇപ്പോഴാണ് ഈ കാലഘട്ടത്തിലാണ് വളരെ ടെക്നോളജിക്കലായിട്ട് രാജ്യങ്ങൾ മുന്നേറുന്നത്. സൗദി അറേബ്യയിൽ എമ്പാടും ഡോക്ടർമാരും നഴ്സുമാരും ഇഷ്ടംപോലെ എഞ്ചിനീയർമാരും ഉണ്ട്. ഇതൊന്നും നീ അറിയില്ല. നിനക്കിതിങ്ങനെ അവരെ കുറ്റം പറയണം, ഇസ്ലാമിനെ കുറ്റം പറയണം, ഇസ്ലാം രാജ്യങ്ങളെ കുറ്റം പറയണം. അതെല്ലാം നിന്റെ സൂക്കേട്. അതെന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലായി.